സങ്കീർത്തനങ്ങൾ 34:7 യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്വർഗീയ പിതാവിൻ്റെ കോടിക്കണക്കിന് എണ്ണിക്കൂടാത്ത വണ്ണമുള്ള ദൂതന്മാർ എപ്പോഴും നമ്മളെ സഹായിക്കുവാനായി നമ്മളുടെ കൂടെയുണ്ട്. നമ്മളത് പലപ്പോഴും വിശ്വസിക്കാറില്ല, പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ എണ്ണിക്കൂടാതെ വണ്ണമുള്ള സ്വർഗീയ ദൂതന്മാരാണ് ദൈവമക്കളുടെ സംരക്ഷണത്തിനും സഹായത്തിനും, ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളുടെ അമേൻ ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉറപ്പുണ്ട്, ഏറ്റവും കുറഞ്ഞ 2 ദൂതനെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ കൂടെ ദൂതന്മാർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വർഗീയ മാനിഫെസ്റ്റേഷൻസിൻ്റെ സമയമാണ്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിൽ ഏഞ്ചലിക് വിസിറ്റേഷൻസുകളൊക്കെ ഉണ്ടാകും. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ആരംഭ പുസ്തകം മുതൽ, ഉൽപ്പത്തി മുതൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് പലയിടത്തും ദൂതന്മാരിറങ്ങി ഇടപെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ദൂതന്മാരിറങ്ങി സംസാരിക്കുന്നത് നമുക്കറിയാം. ദൂതന്മാരിറങ്ങി ആലോചനകൾ പറയുന്നത് നമുക്കറിയാം. ദൂതന്മാരിറങ്ങി വിടുവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങൾക്ക് ചുറ്റിലും ദൂതന്മാരുണ്ട്. നിങ്ങളുടെ വീടിന് ചുറ്റും ദൂതന്മാരുണ്ട്. നിങ്ങളുടെ യാത്രകളിൽ ദൂതന്മാർ നിങ്ങളെ സഹായിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ ആധരങ്ങൾ കൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലും ഏഞ്ചലിക് മിനിസ്ട്രികൾ ആക്ടിവേറ്റ് ആകും. ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന 2 മെത്തേഡാണ്. ഒന്ന്, എങ്ങനെ ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ആമേൻ. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും ആരുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എപ്പോഴും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഏഞ്ചൽസ് നമ്മുടെ കൂടെ ആക്റ്റീവായിരിക്കും. സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും എപ്പോഴും അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ പാട്ടുമൊക്കെ പാടി ദൈവത്തിന് മഹത്വമൊക്കെ കൊടുത്ത് സങ്കീർത്തനങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓർത്തോണം, ഏഞ്ചൽസ് നമ്മളെ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഏഞ്ചൽസിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. 2 പറഞ്ഞാൽ ദൈവവചനത്തെ നമ്മുടെ ആധരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുക. ഈ വാക്യം നമ്മൾ പറയുക, യഹോവയുടെ ദൂതൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിക്കും. ഇത് പറയുമ്പോൾ ദൈവത്തിന് ദൂതന്മാർ ആക്റ്റീവാകും. നമ്മൾ വാഹനത്തിനകത്തോട്ടിരുന്നിട്ട് പറയുക, ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ കയറത്തില്ല, എൻ്റെ സകല വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ സ്വർഗീയ എൻ്റെ പിതാവ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കണം, നിങ്ങൾ ആ വാഹനവുമായിട്ട് ആ ദിവസം എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ഓൾറെഡി ഏഞ്ചൽസ് തയ്യാറായി നിൽക്കുക. ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് യാത്ര ചെയ്യുന്ന പാതകളിൽ അവർ മുന്നേ തീരുമാനിക്കും, എന്നിട്ട് അവിടെയെല്ലാം അവർ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വാഹനത്തിലോട്ട് ഇരുന്നിട്ട് പറയും, എൻ്റെ സകല വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ ദൂതന്മാർ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ദിവസം രാവിലെ പോയി പുറത്ത് തിരിച്ചു വരുന്നത് വരെയുള്ള സകല പാതകളും സ്വർഗീയ സൈന്യത്തിൻ്റെ കൺട്രോളിലേക്കാകും. നിങ്ങൾ ഏഞ്ചൽസിനെ കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ.